ഇന്ന് നമ്മൾ BA ഹോണേഴ്സിൻ്റെ BPAG 171 ഇഗ്നോയുടെ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2024 പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്റ്റീവ് പേപ്പറാണ്. അതിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100. എല്ലാ വിഷയങ്ങളിലും പോലെ തന്നെ 100 മാർക്സിനാണ്. 3 hours എക്സാമിനേഷൻ. ഇതിൽ 2 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. അതിൽ എല്ലാം കൂടെ ആയിട്ട് 8 questions ഉണ്ട്. Attempt any 5 of the following questions in about 400 words each by selecting at least 2 questions from each section. All questions carry equal marks. എല്ലാ ക്വസ്റ്റ്യനും ഈ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യനും 20 മാർക്ക് വീതമാണ്. 8 questions ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ 2 സെക്ഷനായിട്ടാണ്. ആ സെക്ഷൻ 1 സെക്ഷൻ 2 2 വീതം ക്വസ്റ്റ്യൻസ് ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇഷ്ടമുള്ള സെക്ഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് 5 question ആണ് ഒരു ഇൻഡിവിജ്വൽ എഴുതേണ്ടത്. അങ്ങനെ 5 questionന് 20 marks ഈച്ച് ആവുമ്പോൾ അതിന് 100 marks ആയിരിക്കും ടോട്ടൽ വരിക. ഹിയർ സെക്ഷൻ 1 4 questions ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ വേരിയസ് ടൈപ്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നമ്മൾ ഈ പഠിക്കുന്നുണ്ട് മാൻമെയ്ഡ് ഡിസാസ്റ്ററും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും. അതിനെ പറ്റി ഡിസ്ക്രൈബ് ദ വേരിയസ് ടൈപ്സ് പറയണം. എന്തിനെ കുറിച്ചുള്ള നാച്ചുറൽ ഡിസാസ്റ്ററിനെ പറ്റി. അതിന് 20 marks ആണ്. എല്ലാത്തിനും 20 marks ആണ്. സെയിം മാർക്കാണ് എല്ലാത്തിനും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ വൾനറബിലിറ്റി പ്രൊഫൈൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വൾനറബിലിറ്റി പ്രൊഫൈൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ റോൾ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ റോള് അതിനെ പറ്റിയും ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ റൈറ്റ് എ നോട്ട് ഓൺ ദ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് അലോങ് വിത്ത് ഇറ്റ്സ് കീ കോമ്പണൻസ്. അതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. പിന്നെ സെക്ഷൻ 2 പോകാം. അവിടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ഫണ്ടിങ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ റീകൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. റീകൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് വേണ്ടുള്ള ഫണ്ടിങ് അറേഞ്ച്മെൻറ്റ്സ് അതിനെപ്പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. അതാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇലാബറേറ്റ് ദ കീ ആസ്പെക്ട്സ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എൻവിറോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. എൻവിറോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് അതിനെ പറ്റി ഒരു ഇലാബറേറ്റ് ആയിട്ട് ഒന്ന് എഴുതുക. എല്ലാത്തിനും 20 marks ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാം എഴുതണം. പിന്നെ സെവൻത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഓഫ് ദ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഓഫ് കമ്മ്യൂണിറ്റി ബേസ്ഡ് എന്തിനെ ബേസ് ചെയ്തിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അത് 7th ക്വസ്റ്റ്യൻ ആണ്. 8th ക്വസ്റ്റ്യൻ അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ നോട്ട് ഓൺ ഒഡീഷ സൂപ്പർ സൈക്ലോൺ ആൻഡ് ദ റോൾ ഓഫ് ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അതിന് നമ്മൾ ഷോർട്ടായിട്ട് എന്ത് പറയും? OSDMA ഇൻ ദിസ് റിഗാർഡ്. അതിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാനുമാണ് പറഞ്ഞത്. ഇതാണ് 8 questions. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് അവിടുന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പേപ്പറുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.